നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3, 2, 1, 0. ചരിത്രം കുറിച്ച ISRO സ്പേസ് ഡോക്കിംഗ് ലക്ഷ്യമിട്ടുള്ള സ്പെഡെക്സ് വിക്ഷേപണം വിജയകരം. ബഹിരാകാശത്ത് വെച്ച് യോജിപ്പിക്കുക ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ. സ്വന്തം ബഹിരാകാശ നിലയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചുവടുവെപ്പ്. ശ്രമങ്ങൾ വിഫലം. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി. വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കാൻ സാധ്യത. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. റിയാദ് കോടതി കേസ് വീണ്ടും മാറ്റി. കേസിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ടെന്ന് കോടതി. ജനുവരി 15 പരിഗണിക്കും. കുവൈറ്റിൽ സാഹൽ ആപ്പ്, മൈ ഐഡന്റിറ്റി ആപ്പുകൾ വഴിയുള്ള പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ എല്ലാ സർക്കാർ ഇതര ഇടപാടുകളിൽ ഔദ്യോഗിക രേഖയായി അംഗീകരിക്കും. പുതിയ തീരുമാനം ആഭ്യന്തര മന്ത്രാലയത്തിന്റേത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. കേരളം ഉന്നയിച്ച ആവശ്യത്തിന് അംഗീകാരമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ. പ്രത്യേക ധനസഹായത്തിൽ പ്രഖ്യാപനമില്ല. കേന്ദ്രം സഹായം നൽകിയില്ലെങ്കിലും ദുരന്തബാധിതരെ അന്തസ്സോടെ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. BJPയെ കേരളം അംഗീകരിക്കാത്തതാണ് പകയ്ക്ക് കാരണമെന്നും പിണറായി. ഉമാ തോമസ് MLAക്ക് അപകടം പറ്റിയ സംഭവത്തിൽ സംഘാടകർക്കുണ്ടായത് ഗുരുതര വീഴ്ച. സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെ. സംഘാടകർ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുന്നു. ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. മകരവിളക്ക് ജനുവരി 14. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പെഡെക്സ് വിജയകരമായി വിക്ഷേപിച്ചു. ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് യോജിപ്പിക്കുന്നതാണ് ദൗത്യം. രാത്രി 10 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLVയുടെ C-60 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. 4, 3, 2, 1, 0. സ്വന്തം ബഹിരാകാശ നിലയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചുവടുവയ്പ്. ISROയുടെ അഭിമാനം വാനോളമുയർത്തുന്ന ദൗത്യം. ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന അപൂർവ ദൗത്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും PSLV C-60 റോക്കറ്റാണ് ചരിത്ര ദൗത്യവുമായി കുതിച്ചുയർന്നത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളുമായി 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് ഇവയെ കൂട്ടിച്ചേർക്കും. തുടക്കത്തിൽ രണ്ടും തമ്മിൽ 20 കിലോമീറ്റർ അകലമാണ് ഉണ്ടാവുക. പിന്നീട് ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം പതിയെ കുറച്ച് കൂട്ടി യോജിപ്പിക്കും. അതിസങ്കീർണമായതിനാൽ സ്പെഡെക്സ് ദൗത്യം പൂർത്തിയാക്കാൻ 66 ദിവസമെടുക്കും. ഉപഗ്രഹങ്ങൾ 2 വർഷം ബഹിരാകാശത്ത് തുടരും. ദൗത്യം വിജയിച്ചാൽ സ്പേസ് ഡോക്കിംഗ് സ്വന്തമാകുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയുള്ളത്. 2 ഉപഗ്രഹങ്ങൾക്ക് പുറമെ 24 പരീക്ഷണ ഉപഗ്രഹങ്ങൾ കൂടി PSLV C-60 ഭ്രമണപഥത്തിലെത്തിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. പ്രാർത്ഥനകളും ഇടപെടലുകളും വിഫലം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി. 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2017 ഓഗസ്റ്റിലാണ് നിമിഷയെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിമിഷയ്ക്കൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്ന ഇയാളെ നിമിഷയും കൂട്ടുകാരി ഹനാനും ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ്. ജൂലൈ 25-നായിരുന്നു സംഭവം. ദിവസങ്ങൾ പിന്നിട്ടതോടെ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് കൊലപാതകം പുറത്തായത്. യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി 2014 നാട്ടിലേക്ക് മടങ്ങിയിരുന്നു.
ഇതിനുശേഷമാണ് നിമിഷ തലാൽ അബ്ദു മഹിദിയെ പരിചയപ്പെട്ടതും ക്ലിനിക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടിയതും. ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ അബ്ദു മഹിദി ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതും. 2018 യമനിലെ വിചാരണ കോടതിയാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. തനിക്ക് നിയമസഹായം ലഭിച്ചില്ലെന്ന് കാണിച്ച് അന്ന് നിമിഷ കോടതിയിൽ അപ്പീൽ നൽകി. തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും സ്വയം രക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചു. എന്നാൽ ഹർജി കോടതി തള്ളുകയായിരുന്നു. യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ കഴിയുന്നത്. മകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അമ്മ പ്രേമകുമാരി കഴിഞ്ഞ 5 മാസമായി യമനിലെ സനായിലാണുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. ജനുവരി 15 ഇന്ത്യൻ സമയം രാവിലെ 10:30 റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും പരിഗണിക്കും. സൗദിയിലെ റിയാദിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. ഇന്ന് റിയാദ് കോടതിയിൽ രാവിലെ 11:30 വാദം തുടങ്ങിയെങ്കിലും വാദം പൂർത്തിയായില്ല. കേസ് വീണ്ടും മാറ്റിവെച്ചു. ജനുവരി 15 രാവിലെ 8 മണിക്കാണ് അടുത്ത സിറ്റിംഗ്. കൂടുതൽ പഠിക്കാനാണ് കേസ് വീണ്ടും മാറ്റിയത്. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട 15 മില്യൺ സൗദി റിയാൽ ദിയാധനം നൽകിയതിനെ തുടർന്ന് കുടുംബം റഹീമിന് മാപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 2 വധശിക്ഷ റദ്ദ് ചെയ്ത് റിയാദ് കോടതിയുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. എന്നാൽ പൊതുപെരുമാറ്റച്ചട്ടമനുസരിച്ച് ചുമത്തിയിട്ടുള്ള തടവ് ശിക്ഷയിലാണ് ഇനി വിധി വരാനുള്ളത്. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും. ജനുവരി 15 ഇന്ത്യൻ സമയം രാവിലെ ആയിരിക്കും കേസ് വീണ്ടും പരിഗണിക്കുക. റഹീമിന്റെ കേസ് പരിഗണിച്ച് മകനെ വേഗം തിരിച്ചെത്തിക്കാൻ നടപടി വേണമെന്നും ഇനിയും കേസ് നീട്ടരുതെന്നും റഹീമിന്റെ മാതാവ് ഫാത്തിമ ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയോ എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് എത്തിച്ചിട്ട് കഴിയോന്നല്ല, എത്തിച്ച് കാട്ടി തരണം. എനിക്ക് ചായ ഒക്കെ തേടി എല്ലാവരും സാധനം കിട്ടിയില്ല. ഓനിതാ വരുന്നേ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും വരും. അതാ കിട്ടും കൂടെ എത്തും എന്ന് അറിയിട്ടല്ലേ. കുവൈറ്റിൽ സാഹൽ ആപ്പ്, മൈ ഐഡന്റിറ്റി ആപ്പുകൾ വഴിയുള്ള പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇനി മുതൽ എല്ലാ സർക്കാർ ഇതര ഇടപാടുകളിലും ഔദ്യോഗിക രേഖയായി അംഗീകരിക്കും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രവാസികൾക്ക് കാർഡ് രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. പകരം സാഹൽ ആപ്പ്, മൈ ഐഡന്റിറ്റി ആപ്പുകൾ വഴി ഡിജിറ്റൽ രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസാണ് നൽകി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഇന്ത്യയെ ഔദ്യോഗികമായി അനുശോചനം അറിയിച്ച് UAE. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെയാണ് UAE രാഷ്ട്ര നേതാക്കൾ അനുശോചനം അറിയിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ അനുശോചനം അറിയിച്ചു. സൗദി അറേബ്യയിൽ വിദേശ നിക്ഷേപക ലൈസൻസ് നേടാതെ ബിനാമി ബിസിനസ് നടത്തിയ ഇന്ത്യക്കാരന് പിഴയും നാടുകടത്തലും ശിക്ഷ. സൗദിയിലെ അൽഹസയിൽ ഫർണിച്ചർ ബിസിനസ് സ്ഥാപനം നടത്തിയ മദീർ ഖാനെയാണ് അൽഹസ ക്രിമിനൽ കോടതി ശിക്ഷിച്ചതെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. സ്വദേശിയുടെ സഹായത്തോടെ മദീർ ഖാൻ സ്വന്തമായി ഫർണിച്ചർ ബിസിനസ് സ്ഥാപനം നടത്തുകയായിരുന്നു. നിയമലംഘന പിഴ ചുമത്തിയ കോടതി സ്ഥാപനം അടച്ചുപൂട്ടാനും ലൈസൻസ് കൊമേഴ്സ്യൽ രജിസ്ട്രേഷനും റദ്ദാക്കാനും വിധിച്ചു. നിയമാനുസൃത സക്കാത്തും ഫീസുകളും നികുതികളും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സൗദിയിൽ ഡർബ് കാർഡ് കൈവശമുള്ളവർക്ക് റിയാദ് മെട്രോ സ്റ്റേഷനുകളിൽ 12 മണിക്കൂർ നേരം പാർക്കിംഗ് സൗജന്യമാണെന്ന് റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് പ്ലാറ്റ്ഫോം പറഞ്ഞു. പാർക്കിംഗുകളിൽ സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡർബ് കാർഡ് ഇല്ലാത്തവർ പാർക്കിംഗ് ഉപയോഗിക്കാൻ മണിക്കൂറിന് 10 റിയാൽ തോതിൽ പാർക്കിംഗ് ഫീസ് നൽകണം. ഡർബ് കാർഡ് ഉപയോഗിക്കുന്നവർ പാർക്കിംഗുകളിൽ സൗജന്യ പാർക്കിംഗ് സമയമായ 12 മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും 10 റിയാൽ തോതിൽ പാർക്കിംഗ് ഫീസ് നൽകേണ്ടി വരും. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തുടരുമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ല. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. ശ്വാസകോശത്തിന്റെ ചികിത്സയ്ക്കാണ് നിലവിൽ പ്രാധാന്യം നൽകുന്നതെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.
ഉമാ തോമസ് MLAയുടെ ശ്വാസകോശത്തിനേറ്റ ഗുരുതരമായ പരിക്ക് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ശ്വാസകോശത്തിലെ ചതവിനായി ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. രാവിലെ നടത്തിയ CT സ്കാൻ പരിശോധനയിൽ തലയിലെ പരിക്ക് ഗുരുതരമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ലെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കി. ഉമാ തോമസിന് നേരത്തെ തന്നെ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനാവശ്യമായ മരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ രക്തസ്രാവം ഉണ്ടായത്. ശ്വാസകോശത്തിന് വിശ്രമം അനുവദിക്കുന്നതിന് കൂടിയാണ് വെന്റിലേറ്റർ സൗകര്യം ഉപയോഗിച്ചിരിക്കുന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യ പരിപാടിക്കെത്തിയതായിരുന്നു ഉമാ തോമസ്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ വേദിയിലിരിക്കെയായിരുന്നു അപകടം. അമൃത ന്യൂസ്, കൊച്ചി. ഉമാ തോമസ് MLAയ്ക്ക് അപകടം സംഭവിച്ചതിൽ സംഘാടകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സംഘാടകരെ കൂടുതൽ ചോദ്യം ചെയ്യും. പല വകുപ്പുകളുടെ അംഗീകാരം സംഘാടകർ മേടിച്ചിരുന്നില്ല. അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാനാവില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. അതേസമയം MLAയ്ക്കുണ്ടായ സംഭവത്തിൽ സംഘാടനത്തിൽ പിഴവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സംഘാടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അപകടമുണ്ടായ ശേഷം സ്റ്റേജ് പരിശോധിക്കാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഒരു കുഴപ്പവുമില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. നല്ല ബലത്തിലാണ് സ്റ്റേജ് കെട്ടിയിരുന്നത് എന്നും പോലീസ് പറഞ്ഞതായി മന്ത്രി പറഞ്ഞു. സുരക്ഷാ സംവിധാനത്തിൽ ചെറിയ പിഴവുകളുണ്ടായി. റിബൺ കൊണ്ട് കൈവരി കെട്ടിയതിലടക്കം അപാകതകളുണ്ടായി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഉമാ തോമസ് MLAയ്ക്ക് അപകടം പറ്റിയ സംഭവത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ ഇന്ന് ഉച്ചമുതൽ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു. മൃദംഗ വിഷന്റെ നൃത്ത പരിപാടിയുടെ നടത്തിപ്പ് ഓസ്കർ എന്ന ഇവന്റ് മാനേജ്മെന്റിനായിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കാതെ, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെ പരിപാടി സംഘടിപ്പിച്ചു എന്നാണ് ഉടമയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സംഘാടകർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വയനാട് സംഭവിച്ചത് അതിതീവ്ര ദുരന്തം തന്നെയെന്ന് ആവർത്തിച്ച് കേന്ദ്രം. ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമാണെന്ന് കേന്ദ്രം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രത്യേക സാമ്പത്തിക പാക്കേജ് സംബന്ധിച്ച് കത്തിൽ പരാമർശമില്ല. കരുണാമൃതം co-powered by ഭാരത് ലജ്ന മൾട്ടി-സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സ്വാമിയേ മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. യോഗനിദ്രയിൽ നിന്നും ശബരീശനെ ഉണർത്തിയ ശേഷം മേൽശാന്തി ആഴിയിൽ അഗ്നി പകർന്നു. തുടർന്ന് 18-ാം പടി ചവിട്ടി ഭക്തർ അയ്യപ്പ ദർശനം നടത്തി. തൊണ്ണൂറ്റിരണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. കേരളത്തിന് ഒരേയൊരു ആചാര്യൻ ശ്രീനാരായണ ഗുരു മാത്രമേയുള്ളൂവെന്ന് തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി MP രാജേഷ് പറഞ്ഞു. വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി V ശിവൻകുട്ടി നിർവഹിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായത്. തീർത്ഥാടക സമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ഒരേയൊരു ആചാര്യനേ ഉള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. സാഹോദര്യമെന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ 1950 ഉൾച്ചേർക്കപ്പെട്ടുവെങ്കിൽ അതിനും 62 വർഷം മുമ്പ് ആ ആശയം ആദ്യമായി ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ സമ്മാനിച്ച ഗുരുശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു എന്നാണ് മറുപടി. പരിപാടികളുടെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതിക്ക് വേണ്ടി പൊരുതിയ വ്യക്തിയായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും അധസ്ഥിത ജനവിഭാഗത്തിന് ഇന്നും സാമൂഹ്യനീതി പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നുവെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. യോഗമോ ശിവഗിരി മഠമോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോ പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് കേരളത്തിന്റെ ഗവൺമെന്റും കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഉണർന്നു നിന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാനായ ഗുരുവിൻ്റെ
പിൻഗാമികൾ എന്ന നിലയിൽ ഞങ്ങൾ ആധുനിക കേരളത്തോടും ഗവൺമെൻറ്റുകളോടും ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളോടും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും സാദരം അഭ്യർത്ഥിക്കട്ടെ. SN ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും യോഗത്തിൽ മുഖ്യാതിഥികളായി. ഗുരുദേവൻ പിഴുതെറിയാൻ ശ്രമിച്ച ജാതി ചിന്തകൾ ഇന്ന് ഭാരതത്തിൽ തലപൊക്കുന്നു എന്നത് ദുഃഖകരമായ കാഴ്ചയാണെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ശ്രീനാരായണ ധർമ്മം ജീവിതവ്രതമായി കൈക്കൊള്ളുന്നവർ ശ്രീനാരായണ ധർമ്മത്തിലെ സനാതന മൂല്യത്തെ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു. ശിവഗിരിയെ ഭക്തിസാന്ദ്രമാക്കി സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പദയാത്രകൾ ശിവഗിരിയിൽ എത്തിച്ചേരുകയാണ്. ജനുവരി 1 തീർത്ഥാടനം സമാപിക്കും. ജാതി വ്യവസ്ഥിതിക്കെതിരെ ധീരമായി പോരാടുകയും ആധുനിക മതനിരപേക്ഷ കേരളത്തിന് അടിത്തറ പാകുകയും ചെയ്ത മഹാഗുരു. വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കുമിടയിൽ അസഹിഷ്ണുത വർദ്ധിക്കുന്ന ഈ കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സ്നേഹവചനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ക്യാമറമാൻ സനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ ജനകീയ ബോധവൽക്കരണവുമായി അമൃത യുവധർമ്മധാര. അയൂഥിന്റെ ആഗോള പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓച്ചിറയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. അമ്മയുടെ പ്രഥമ ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ബോധവൽക്കരണം. മതസൗഹാർദ്ദം, മയക്കുമരുന്ന് ദുരുപയോഗം, സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ പൊതുജന ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായാണ് അയൂഥിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി അഹമ്മദീയ മുസ്ലിം മസ്ജിദ്, ക്ലാപ്പന സെന്റ് ജോർജ് ചർച്ച്, ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എന്നിവിടങ്ങളിൽ മതസൗഹാർദ്ദ സന്ദേശങ്ങളുമായി സന്ദർശനം നടത്തിയ ശേഷമാണ് അയൂഥ് അംഗങ്ങൾ ഓച്ചിറ ടൗൺ മൈതാനിയിലേക്ക് എത്തിയത്. വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തിയായിരുന്നു സന്ദർശനം. സ്നേഹം മുൻനിർത്തിയുള്ള നൃത്താവിഷ്കാരത്തോടെയാണ് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. മയക്കുമരുന്ന് നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി യുവജന സംഘാംഗങ്ങൾ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരായ പ്രതിജ്ഞയെടുത്തു. അമ്മയുടെ പ്രഥമ ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കളുടെ ഉപഭോഗം മനുഷ്യനെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹികമായും നശിപ്പിക്കുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 9ഓളം സ്ത്രീകളെ ചടങ്ങിൽ ആദരിച്ചു. സ്ത്രീയും പുരുഷനും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണെന്ന അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ട മാനവരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്ത്രീകളുടെ പങ്കിനെ കൃതജ്ഞതയോടെ സ്മരിക്കുവാൻ കൂടി വേണ്ടിയാണ് അയൂഥ് ഈ വേറിട്ട പരിപാടിക്ക് രൂപം നൽകിയത്. 30 രാജ്യങ്ങളിൽ നിന്നായി 300ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്ന അയൂഥിന്റെ ആഗോള പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. അമൃത ന്യൂസ്, കൊല്ലം. പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിയണമെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ DV സ്വാമി IAS. അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ നടന്ന 27ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി ക്യാമ്പസിന് പുറമെ ചെന്നൈ, കോയമ്പത്തൂർ, ബംഗളൂരു, അമൃതപുരി എന്നീ ക്യാമ്പസുകളിൽ നിന്നുള്ളവരും എഹഡ് ഓൺലൈനിൽ നിന്നുള്ളവരും ബിരുദങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയിരുന്നു. ലോകത്തിന്റെ പ്രതീക്ഷ വിദ്യാർത്ഥികളിൽ അർപ്പിതമാണെന്ന് വീഡിയോ സന്ദേശത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ആരും കാണാതെ പോകരുത്. സ്വന്തം ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ലോക നന്മയ്ക്കായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് കൂടി ചിന്തിക്കണമെന്നും അമൃത വിശ്വവിദ്യാപീഠം ചാൻസലർ കൂടിയായ അമ്മ വിദ്യാർത്ഥികളോട് പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റും അമൃത ആശുപത്രി ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ പ്രേം നായർ, കൊച്ചി അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP, ACAHS ചീഫ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ MV തമ്പി എന്നിവർ സംസാരിച്ചു. 23 വിദ്യാർത്ഥികൾ ചടങ്ങിൽ PhD ബിരുദങ്ങളും ഏറ്റുവാങ്ങി. കവയത്രി സുഗതകുമാരിയുടെ നവതി സമാപന ആഘോഷങ്ങൾ ജനുവരി 19 മുതൽ 22 വരെ ആറന്മുളയിൽ നടക്കും. സുഗതോത്സവം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ സമാപനം സുഗതകുമാരിയുടെ 91ാം ജന്മവാർഷിക ദിനമായ ജനുവരി 22-ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യും.
പരിസ്ഥിതി സംരക്ഷകനുള്ള സുഗത നവതി പുരസ്കാരം ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസിന് നൽകി ആദരിക്കും. സുഗതോത്സവത്തിന് മുന്നോടിയായി ജനുവരി 11 ആറന്മുളയിൽ നിന്ന് സുഗതകുമാരിയുടെ ജന്മഗൃഹം വരെ പൈതൃക നടത്തം സംഘടിപ്പിക്കും. ഗവേഷകൻ ഡോക്ടർ MG ശശിഭൂഷൺ ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്കായി സുഗതകുമാരി കവിതകളുടെ ആലാപന മത്സരവും ഉപന്യാസ മത്സരവും ശില്പശാലയിൽ നടത്തുമെന്ന് നവതി ആഘോഷ കമ്മിറ്റി ചെയർമാനും മുതിർന്ന BJP നേതാവുമായ കുമ്മനം രാജശേഖരൻ അറിയിച്ചു. സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു പരിപാടി നടത്തുകയുണ്ടായി. എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സുഗത സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. പല സ്ഥലങ്ങളിലും ഈ സുഗതകുമാരിയുടെ നവതി ആഘോഷ പരിപാടികൾ നടത്തുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഒരു സമാപനം എന്നുള്ള നിലയ്ക്ക് ജനുവരി 19, 21, 22 തീയതികളിൽ സുഗതോത്സവം എന്ന പേരിൽ ആറന്മുളയിൽ സുഗതകുമാരിയുടെ ജന്മസ്ഥലമായ ആറന്മുളയിൽ പരിപാടി സംഘടിപ്പിക്കുകയാണ്. മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കുക എന്ന സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ 100,000 കപ്പത്തൈകൾ നട്ട് അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരികൾ. കേരളത്തിലെ വിവിധ ആശ്രമങ്ങളിൽ നിന്നായി എത്തിയ സ്വാമിമാരും സോമനിമാരും ചേർന്നാണ് 10,000-കണക്കിന് കപ്പത്തൈകൾ ഒരേ സമയം നട്ടത്. പ്രകൃതിയും ഭൂമിയുമാണ് ജീവന്റെ നിലനിൽപ്പ് എന്ന അമ്മയുടെ ആശയങ്ങളെ ഏറ്റെടുത്താണ് 2000-ലധികം വരുന്ന ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ചേർന്ന് 40 ഏക്കറിൽ 1,00,000 കപ്പത്തൈകൾ നട്ട് സമൂഹത്തിന് തന്നെ മാതൃകയായത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം കാലടിയിലെ 40 ഏക്കറിലാണ് കപ്പ കൃഷി ആരംഭിച്ചത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി കപ്പത്തൈ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ നേർന്നു. കൃഷിയുടെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് അമ്മ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ നമ്മുടെ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ തുടക്കമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നിട്ട് കൃഷിസ്ഥലങ്ങൾ വീണ്ടും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കാനായിട്ട് നമുക്ക് തുടക്കം കുറിക്കാം. 6 മാസങ്ങൾക്ക് ശേഷം കപ്പ വിളവെടുപ്പ് നടത്തും. മനുഷ്യർ സ്വന്തമായി കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കണം എന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ കൈമാറുന്നതെന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി പറഞ്ഞു. ഭൂമിയുമായിട്ടുള്ള ബന്ധം നമ്മുടെ സംസ്കൃതി അനുസരിച്ച് ഭൂമി നമുക്ക് മാതാവാണ്, പ്രകൃതി മാതാവാണ്. ആ മാതാവിനായിട്ടുള്ളൊരു പൂജ പോലെ എത്രയും സന്തോഷത്തോടെ ആവേശത്തോടെയാണ് ഈ മഹായജ്ഞം ഇവിടെ പൂർത്തീകരിക്കാനായത്. വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന കപ്പകൾ അമൃതയുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് നൽകും. വിവിധ ആശ്രമങ്ങളിൽ നിന്നായി നിരവധി സ്വാമിനിമാരും കപ്പനടൽ പ്രയത്നത്തിൽ പങ്കെടുത്തുവെന്ന് സ്വാമിനി ശിവപ്രിയാമൃതപ്രാണ പറഞ്ഞു. 1,00,000 കപ്പ നടുക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മുടെ മുന്നിൽ അമ്മ വെച്ചത്. ആദ്യം ഈ കാട് പിടിച്ചു കിടന്ന ഈ സ്ഥലം വളരെ പ്രയത്നത്തോടു കൂടിയിട്ടാണ് അമ്മയുടെ ആൺമക്കൾ അത് വൃത്തിയാക്കി തടമെടുത്ത് 1,00,000 കപ്പ വെട്ടി ഓരോന്നിനും ഏത് സൈഡാണ് നടേണ്ടതെന്ന് മാർക്ക് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്നു. അമ്മയുടെ മറ്റു മക്കൾ, ആശ്രമത്തിലെ പെൺമക്കളും ആൺമക്കളും വിദേശീയരും വന്ന് ആ തണ്ടുകളെല്ലാം 1,00,000 കപ്പ തണ്ടുകൾ നമ്മൾ നട്ടു. അതും വെറും 4 മണിക്കൂർ കൊണ്ട് രാവിലെ 7 മണിക്ക് തുടങ്ങി 11 മണിയായപ്പോഴേക്കും ഈ 1,00,000 കപ്പയും ഞങ്ങൾക്ക് അമ്മയുടെ കൃപയാൽ നടാൻ സാധിച്ചു. കാട് പിടിച്ച 40 ഏക്കർ പ്രദേശം വെട്ടിത്തെളിച്ചാണ് കൃഷി ആരംഭിച്ചത്. അമൃത സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അടക്കമുള്ളവർ 23 ദിവസമെടുത്താണ് പ്രദേശം കൃഷിയോഗ്യമാക്കിയതെന്നും 1,00,000 കപ്പ വെറും 4 മണിക്കൂറുകൾ കൊണ്ട് നടാൻ കഴിഞ്ഞെന്നും കോർഡിനേറ്റർ ബ്രഹ്മചാരി BR ശ്രീജിത്ത് പറഞ്ഞു. ഇന്ന് ഇവിടെ നടന്ന ഈ ഒരു മഹാസംഭവം 1,00,000 കപ്പ 4 മണിക്കൂർ കൊണ്ട് 300ഓളം വരുന്ന ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും സ്വാമിമാരും സ്വാമിനിമാരും അമ്മയുടെ വെസ്റ്റേൺ മക്കളും ചേർന്ന് നടത്തിയ ഈ ഒരു മഹാസംഭവം അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അമൃത ന്യൂസ്, കൊച്ചി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചു ജയിൽ വകുപ്പ്. കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തെ പരോളാണ് അനുവദിച്ചത്. ശനിയാഴ്ച കൊടിസുനി തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി.
പരോൾ നൽകിയ സർക്കാർ തീരുമാനം നിയമ സംവിധാനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ടെതിരായിട്ടും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെയും ഇടപെടലിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പരോൾ അനുവദിച്ചതിനെതിരെ KK രമ MLAയും രംഗത്ത് വന്നു. എങ്ങനെയാണ് കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിക്കുന്നതെന്ന് KK രമ ചോദിച്ചു. അമ്മയ്ക്ക് കാണാനാണെങ്കിൽ 10 ദിവസം പരോൾ അനുവദിച്ചാൽ പോരെയെന്നും 30 ദിവസം എന്തിനു നൽകിയെന്നും KK രമ ചോദിച്ചു. ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി നൽകണമെന്നും KK രമ ആവശ്യപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി വീണ്ടും സിനിമാ ലൊക്കേഷനിലേക്ക്. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ ശേഷം സിനിമാഭിനയവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. സിനിമാ ലൊക്കേഷനിൽ മന്ത്രിയുടെ താൽക്കാലിക ഓഫീസും പ്രവർത്തിക്കുകയാണ്. കേന്ദ്രമന്ത്രിയായ ശേഷവും ഈ പ്രൊജക്ട് പൂർത്തിയാക്കാൻ സുരേഷ് ഗോപി തയ്യാറായതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ഏറെക്കാലം ചർച്ച ചെയ്യുകയും കാത്തിരിക്കുകയും ചെയ്ത സുരേഷ് ഗോപി ചിത്രമായ ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗാണ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിനുള്ളിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. കടുവാക്കുന്നൽ കറുവാച്ചൻ എന്ന കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി വെള്ളിത്തിരയിൽ എത്തിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണിത്. മന്ത്രിയായ ശേഷം അഭിനയവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിനായി എത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ താൽക്കാലിക ഓഫീസും ലൊക്കേഷനിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ജനുവരി 16 വരെയാണ് ആദ്യ ഷെഡ്യൂൾ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ നവാഗതനായ മാത്യൂസ് തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് ആദ്യം വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടായി മാറും. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവരോടുള്ള ബന്ധത്തിനും അതിൻ്റെ ശക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കിട്ടി. വളരെ സന്തോഷമായിട്ട് കാര്യങ്ങൾ നടത്തി. 3-4 വർഷങ്ങളായി ഈ പേര് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാത്രമല്ല ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം സമൂഹത്തിൽ മുഴുവനുണ്ട്. അത് നടത്തിക്കുക എന്നുള്ളത് അപ്പം ഇദ്ദേഹം മിനിസ്റ്റർ ആയതിനു ശേഷം ഇത് നടക്കുമെന്നുള്ള പിന്നെയും സംശയം വന്നു. പിന്നെ രണ്ടാമത് ഇങ്ങനെയുള്ള കാര്യം സംബന്ധിച്ചിൽ അതെല്ലാം കൂടി ഒത്തു വന്നു. ഇപ്പം നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുള്ള വിശ്വാസമാണ്. തിരുവനന്തപുരം, കോട്ടയം, പാല, ഈരാറ്റുപേട്ട, കൊച്ചി, ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി. 184 റൺസിന് ഓസ്ട്രേലിയയ്ക്ക് ജയം. 340 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 155 റൺസിന് പുറത്തായി. ഇന്ത്യയുടെ 9 ബാറ്റ്സ്മാൻമാരാണ് 2 അക്കം കാണാതെ പുറത്തായത്. അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാളും 30 റൺസ് എടുത്ത ഋഷഭ് പന്തുമാണ് അല്പമെങ്കിലും ചെറുത്തുനിന്നത്. 5ാം ദിനം ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് 234 റൺസിന് അവസാനിച്ചിരുന്നു. ജംസ്പ്രീത് ബുംറ 5 വിക്കറ്റ് നേടി. വാലറ്റക്കാരായ നഥാൻ ലിയോണും സ്കോട്ട് ബോളണ്ടും നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഓസീസിന് തുണയായത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.